ഫലസ്തീൻ വംശഹത്യക്കെതിരെ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ച LDF കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന പരിപാടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള എം അബു ഷാവേസ് മുഖ്യാതിഥിയായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളുമായി ആയിരങ്ങളാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ തടിച്ചുകൂടിയത്. ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യ ഇസ്രായേലിന് ഇപ്പോൾ നൽകുന്ന പിന്തുണ അപമാനകരമാണെന്ന് സദസ് ഉദ്ഘാടനം ചെയ്ത MV ഗോവിന്ദൻ പറഞ്ഞു. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ പരിപൂർണമായിട്ട് പിന്തുണക്കുന്ന മൗനമാണ് ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അപമാനകരമായ ഒരവസ്ഥയാണ്. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ചേരിയുടെ ശക്തി ക്ഷയിച്ചതാണ് സാമ്രാജ്യത്വത്തിന്റെ അതിരുവിട്ട കടന്നുകയറ്റങ്ങൾക്ക് കാരണമാകുന്നതെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ജനതയും കേരളവും ഫലസ്തീന് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബു ഷാവേസ് നന്ദി പറഞ്ഞു. ഇടതുപക്ഷ ജനപ്രതിനിധികളും സംസ്ഥാന നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധവുമായി കൊച്ചിയിൽ കൂട്ടായ്മ. ചിന്താരവി ഫൗണ്ടേഷനും ഫലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്നാണ് ഗസയുടെ പേരുകൾ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലയിലെ പ്രമുഖർ ഐക്യദാർഢ്യവുമായി പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. യസൻ മഹമ്മൂദ്, മുഹമ്മദ് അബു സുഹൈബാൻ, റിവാൻ റഹാഫത്ത്, അബ്ദുൾ ബാരി മുഹമ്മദ്, ഇബ്രാഹിം ഫാരിസ്, ഖലീൽ ഖബൈൻ, സനത് ബിലാൽ, നബീൽ എമാറ. ഗസയിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട 18,000 കുട്ടികളുടെ പേരുകൾ വായിച്ച് അവരെ ഓർക്കുകയും ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ പ്രതിഷേധിക്കുന്നതുമായിരുന്നു കൂട്ടായ്മ. നമ്മൾ അവരെ ഓർക്കുന്നത് കൊണ്ട് അവർ പുനർജീവിക്കില്ല, പക്ഷേ നമ്മൾ അവരെ വീണ്ടെടുക്കും. നമ്മൾ മറക്കില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. ഗാസയുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളെ പോലെ നമ്മൾ കരുതണം. എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന ഐക്യദാർഢ്യ പരിപാടിയിൽ 1500ഓളം കുട്ടികളുടെ പേരുകൾ സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലയിലെ പ്രമുഖർ വായിച്ചു. ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിജി നമുക്ക് മാത്രമല്ല, ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെയും ഗാന്ധിജിയാണ് എന്ന ഓർമ്മയോടെ. മുഹമ്മദ് ബക്കർ നസുർ അൽ ജാ അൽ, ഹല അഹമ്മദ് ഫയസ് അൽ ദാദ, സലീൻ മുഹമ്മദ് ഹാഷിം ഖല. തിരക്കഥാകൃത്ത് PF മാത്യൂസ്, നടൻ ഇർഷാദ് അലി, സംവിധായകൻ ആഷിഖ് അബു, മുൻ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, മുൻ അംബാസഡർ വേണു രാജാമണി, ഗായിക സിതാര കൃഷ്ണകുമാർ, MS ബനേഷ് ഉൾപ്പെടെ നിരവധി പേർ ഐക്യദാർഢ്യവുമായി എത്തി. ദുഃഖത്തിന്റെ സാമൂഹികാവിഷ്കാരമായി ഫലസ്തീൻ പരമ്പരാഗത നൃത്തരൂപമായ ഡബ്കെ ഡാൻസും അവതരിപ്പിച്ചു. മീഡിയ 1 കൊച്ചി.